ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പച്ചക്കറിത്തോട്ടം നിങ്ങളെ ഒന്ന് കാണിക്കാതെ പറ്റുമോ? വന്നാലും ഒരു നമ്മുടെ പച്ചക്കറികളൊക്കെ എത്രയാണെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. കാണാം, ഇവിടെയൊക്കെ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വളർന്നൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ ക്യാമറ അതിൽ സ്ക്രീൻ ഇതുള്ളതുകൊണ്ട് കൗടി. ഇത് നമ്മുടെ എന്താ പറയുക, ബീട്രൂട്ട് നമ്മൾ നട്ടേക്കുന്ന കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ കളകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കളകളെല്ലാം പറിക്കണം. അപ്പം ഇവിടെ മഴയായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റും, ഇപ്പം പറ്റത്തില്ല. അപ്പം നമ്മുടെ ബീട്രൂട്ടെല്ലാം ഇതുപോലെ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം, ചെറുതാക്കി കണ്ട പല ടൈപ്പ് ഓഫ് ബീട്രൂട്ട് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പം നമുക്കത് ഇതിനകത്ത് കുറേ കളകളുണ്ടായിട്ടുണ്ട്. ഈ കളകളെ നമുക്ക് ഇവിടുന്ന് പറിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിന് അത് പ്രശ്നമാകും. വേണ്ട, ഇതൊക്കെ കളയാ, ഇത് കളയാ, ഇത് കളയാണ്, ഇത് കളയാണ്. വേണ്ട, ഇതൊക്കെ കളയാ. എന്തോരം കളയുണ്ടെന്നറിയാം. നമ്മൾ എന്തോരം പറിച്ചാലും പിന്നെ കളയാം. ഇതൊക്കെ കളയാ, ഇതെല്ലാം കളയാ. ഇത് കളയാണ്, ഇതേ എല്ലാം കള. ക്യാരറ്റാണ് ഇവിടെ നിറച്ചും ഉരുളക്കിഴങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെയെല്ലാം നമ്മൾ പറിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ ക്യാരറ്റാണ്. നിങ്ങൾക്ക് കാണുമല്ലോ ക്യാരറ്റിൻ്റെ ഇലകൾ. ക്യാരറ്റ് അതിൻ്റെ ഇടയിൽ റാഡിഷൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ്. ഇനി വരുവാണെങ്കിൽ നമ്മുടെ പീസാണ്. പീസ് ഉണ്ടോ? പീസിൽ ഓൾറെഡി പീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണാമോ നിങ്ങൾക്ക്? ഉണ്ടോ? പീസ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം പീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബ്രോഡ് ബീൻസാണ്. ബ്രോഡ് ബീൻസിൽ ഇത് കേട്ടോ, ഇത് കളയുന്ന സാധനം. ഇതൊന്ന് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് മൊത്തം കളയും. നമ്മുടെ ഇവിടെ പൂവെല്ലാം തിന്നു അതുങ്ങൾ. ഒരു പ്രാണിയാണിത് ഉണ്ടോ. അതിന് ഇതുണ്ടോ, ഇത് മൊത്തം അയ്യോ അതിൻ്റെ ഇത് കണ്ടോ. ഇതുണ്ടായി, പയറുണ്ടായി ആക്ച്വലി. പക്ഷേ ആ പ്രാണി ഉണ്ടോ. ഇതാണെങ്കിൽ നമ്മളിത് കളയണമായിരുന്നു. ഇത് പിന്നെ നമ്മുടെ അവിടുത്തെ സാലഡ്, ഞാനെൻ്റെ ബന്ദി ഇവിടെ കൊണ്ട് കുഴിച്ച് വെച്ചത് വലുതായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ബേസിൽ നട്ടായിരുന്നു, അത് എന്തായാവും. ഇത് നമ്മുടെ സാലഡിൻ്റെ ലീവ്സ് എല്ലാം നന്നായിട്ട് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിട്ടുണ്ട് അത് സാലഡ്സിൻ്റെ ലീവ്. ഇവിടെ ഞാനൊരു ബേസിലൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ റാഡിഷ് ഇവിടെ നട്ടേക്കുന്ന കേട്ടോ. റാഡിഷ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ അവിടെ ചീരയൊക്കെ നട്ടതാണ് കേട്ടോ. ചീര, പച്ചച്ചീരയും ചുമലച്ചീരയും നമ്മുടെ തക്കാളിയും ഒക്കെ ഞാൻ നട്ടില്ലായിരുന്നു. അതാട്ടോ അത്. ബേസിലും സംഭവങ്ങളൊക്കെ അതൊക്കെ ഇത്രയും വളർന്നേ. ഇങ്ങനെ എല്ലാം വളർന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോണാണ് ആ സൈഡിൽ നിൽക്കണത്. ഉണ്ടോ? സ്വീറ്റ് കോണ്, തക്കാളി എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ചീരയും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ വാഴ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് വളരുന്നുണ്ട്. വാഴയുടെ ഇലയെല്ലാം കാറ്റ് ഒന്ന് കളയുവാണ്. അപ്പം ഞാനിങ്ങനെ മുറിച്ചെടുത്താണ് അപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഗൂസ്ബെറി, നിറയെ ഗൂസ്ബെറി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിറയെ ഗൂസ്ബെറി ഉണ്ട് കേട്ടോ. നിറയെ ഗൂസ്ബെറി ഉണ്ട്. കഴിഞ്ഞ വർഷം വളരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ സ്ട്രോബെറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിറയെ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട്. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ നോക്കിയാൽ കാണാം. ഇവിടെയെല്ലാം ഇഷ്ടം മാതിരി സ്ട്രോബെറി. അവിടേക്ക് കാണാൻ പറ്റുന്നില്ല, അവിടെ അടുത്ത് പോയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണേ. പിന്നെ നമ്മുടെ മാരിഗോൾഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂക്കൾ നമ്മുടെ പെയേഴ്സിൽ ധാരാളം പെയറുണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. നിറയെ പേരുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പേരാണ് കേട്ടോ. ഇവിടെ എല്ലാം പേരുണ്ടായിട്ടുണ്ട്. പിന്നെ കോർജറ്റയിലൊക്കെ ഇതുണ്ട്. ഇവിടെ നമ്മുടെ സ്ട്രോബെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഈ ഒരു ലെവലിലേക്കായിട്ടുണ്ട്. പൂവിട്ടില്ല, പക്ഷേ എല്ലാം വലിയ കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീൻസ്,
അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ദേ വള്ളി ആയിട്ടുണ്ട്. എനിക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം, ഞാനൊന്ന് ഓടിച്ചൊന്ന് കാണിക്കുന്നുള്ളൂ. നമ്മുടെ ബേ ലീവ്സാണ്. തക്കാളി അതൊക്കെ ഇവിടെ നട്ടത്. തക്കാളിയിലൊക്കെ പൂവുണ്ടായിട്ടോ, തക്കാളിയെല്ലാം പൂവുണ്ടായിട്ടുണ്ട്. കണ്ടോ, പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്താ പറയുക, ഇത് നമ്മുടെ ചീര, പയർ, കുറ്റിപ്പയർ ഒക്കെ നട്ടേക്കുന്ന കേട്ടോ. അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ വെള്ളരി നമ്മൾ നട്ടില്ലായിരുന്നോ, ഞാൻ നട്ടില്ലായിരുന്നോ, അതെ അത് ഇവിടെ നിൽപ്പുണ്ട്. അതെ, ഇവിടെ ബാക്കി ഞാൻ നട്ടുവെച്ച വെള്ളരിയെല്ലാം ഞാൻ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കയറ്റി വിടാമല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ. ഈ ഇത്തല്ലേ അതെ, ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാം കൂടി ഒരു മിക്സഡ് ഓഫ് ഇതെല്ലാം തന്നെ കുറേ ഉണ്ടായി വന്നു. ബീട്രൂട്ടും നമ്മൾ നട്ടതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം കൂടെ കയറി വന്നേക്കോ ഇപ്പോൾ കണ്ടോ, ചീര സാധനങ്ങളും എല്ലാം. പിന്നെ അവിടെ കുറച്ച് കെയിലുണ്ട് കേട്ടോ, കെയിൽ. പിന്നെ നമ്മുടെ ഇത് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ ചേമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ, ചേമ്പ്, ബീട്രൂട്ട്, ചീര, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ ഗ്രേപ്സ് ഉണ്ടായി വരുന്നു. ഓക്കെ, ഈ ഒരു കമ്പ് ഒടിഞ്ഞു പോയി, എങ്ങനെ ഒടിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. മുന്തിരിങ്ങയിലെല്ലാം മുന്തിരിങ്ങയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം ചീര കൊണ്ട് നട്ടിട്ടുണ്ട് കണ്ടോ. ഓക്കെ, പിന്നെ അവിടെയൊക്കെ സ്ട്രോബെറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം സ്ട്രോബെറിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ കാലിൻ്റെ ഇവിടെയൊക്കെ നോക്കും, ഇവിടെയൊക്കെ സ്ട്രോബെറിയാണ് കേട്ടോ. ഇവിടെയെല്ലാം സ്ട്രോബെറിയാണ്, ഇവിടെയെല്ലാം സ്ട്രോബെറി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ വീഡിയോ ഒന്ന് പ്രാവശ്യം കാണിച്ചാണ്, പക്ഷേ കുറേ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്ട്രോബെറി ഉണ്ട്, ഇവിടെയൊക്കെ സ്ട്രോബെറി ഉണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു ബന്ദി കൊണ്ട നട്ടതാണേ, നമുക്ക് നല്ല ഫ്ലൈനെ അട്രാക്റ്റ് ചെയ്യാനും. പിന്നെ ഇത് നമ്മുടെ സബോളയും വെളുത്തുള്ളിയൊക്കെ നട്ടേക്കുന്നത്, അതിൻ്റെയൊക്കെ പൂവുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കായ്പ്പിക്കാമെന്നാണ് വിചാരിക്കണേ. ഇത് അവിടെ നമ്മുടെ ബ്ലൂബെറി എനിക്കവിടെ നിന്ന് കൊണ്ട് കാണിക്കണമെന്നുണ്ട്. ബ്ലൂബെറി ഓൾറെഡി പഴുത്തട്ടോ, കാണിക്കാൻ നോക്കട്ടെ. കാണാവോ, അതെ ബ്ലൂബെറി പഴുത്തു. ബ്ലൂബെറി മറ്റേ അവിടുത്തെ ആൾ പതുക്കെ നിൽക്കുവാന്ന് തോന്നുന്നു. അതെ, അങ്ങനെയൊക്കെയാണ്. ഇവിടെ വലിയ നമ്മൾ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ചെയ്യണം ഇവിടെയൊക്കെ. പിന്നെ നമ്മുടെ ഒലിവ് നിറച്ചുണ്ടായി വരുന്നു കേട്ടോ. നമ്മുടെ ഒലിവേലെല്ലാം നിറച്ചുണ്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ റോസയിലെല്ലാം നിറച്ച് പൂക്കളുണ്ട് കേട്ടോ, റോസയിലെല്ലാം നിറച്ച് പൂവുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഇവിടെ നിൽക്കണുണ്ടോ, ചെറിയ കണ്ടോ, ചെറിയലൊക്കെ നിറച്ച് പഴമുണ്ട്. പക്ഷേ ഇതെങ്ങനെ കിട്ടും എന്നെനിക്കറിയില്ല, പക്ഷികളെല്ലാം കൊണ്ടുപോകുമായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം നിറച്ചുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നതേ. അവിടെയെല്ലാം പഴുത്ത് നിൽക്കും, പക്ഷേ എങ്ങനെ എന്തൊക്കെയൊന്ന് കീറും എന്നറിയത്തില്ല. നോക്കട്ടെ, ഒരു ചെറുപ്പഴം പറിച്ചെടുക്കട്ടെ. പഴുത്ത് നിൽക്കണം, അത്രയെങ്കിലും നമുക്കിവിടെ 2 ചെറുപ്പഴം പറിച്ച് നോക്കട്ടെ. ഉറുമ്പ് തിന്നുന്നു എല്ലാം കൂടെ. 3 ചെറുപ്പഴം പറിച്ച് ചുമന്നിരിക്കണം ചെറുപ്പഴം. ഓക്കെ, നിറച്ച്. പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഇവിടെയെല്ലാം പയറെല്ലാം വള്ളിയെല്ലാം കയറി വരുന്നു കേട്ടോ. പയറൊക്കെ ഇവിടെ കയറി വരുന്നുണ്ട്. പിന്നെ ആപ്പിളിലും അതുപോലെ തന്നെ നിറച്ചും ആപ്പിളുണ്ടായിട്ടുണ്ട്. ആപ്പിളിലും നിറച്ച് ആപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ വരുവാണെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ തക്കാളിയൊക്കെ കുറച്ച് പറിച്ച് നട്ടു, ബീട്രൂട്ടൊക്കെ പറിച്ച് നട്ടു. ഇനിയുണ്ട് മിൻ്റൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് പാഴ്സലി കേട്ടോ, പാഴ്സലിയുടെ സീഡ്സ് വരുന്നുണ്ട്. ഇതെൻ്റെ മുളക് കോഴായിന്ന് വിജയിച്ചും തന്നു വിട്ടതാണ്. അതെല്ലാം ഇവിടെ പായി വെച്ച് അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് പറിച്ച് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ടൊമാറ്റോ പറിച്ച് നടണം. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഇത് നമ്മുടെ അച്ചോച്ചയിലെല്ലാം പതുക്കെ പൂവുണ്ടായി തുടങ്ങി. നമ്മുടെ അച്ചോച്ചയാണിത്, അച്ചോച്ച വളർന്നു വരുന്നു കേട്ടോ, അച്ചോച്ച. പിന്നെ നമ്മുടെ ലെമൺ ഇവിടെ കൊണ്ട് കുഴിച്ച് വെച്ചേക്കുവാണ്. നാരങ്ങത്തെ ഈ പ്രാവശ്യം എങ്കിലും കായ ഉണ്ടാവുമെന്ന് വിചാരിക്കണു.
ഈ മുളകൊക്കെ ഇവിടെ പറിച്ച് നട്ടു കേട്ടോ. നമ്മുടെ ഇത് ചീര നമ്മൾ പറിച്ച് നട്ടത്. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ നിൽപ്പുണ്ട്. ഭയങ്കര കാറ്റായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. വഴുതനങ്ങ എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. എന്തോ ഈ പറിച്ച് നട്ട ചീരയാണോ ഈ പറിച്ച് കളഞ്ഞത്? ദൈവമേ, മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ എന്നാൽ തന്നെ ഇതായിട്ടാ പറിച്ച് നടക്കണേ എനിക്കറിയത്തില്ല. എനിക്കത് പറിച്ച് നടാനുള്ള ഇപ്പോൾ പിന്നെ ഇത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ കോവലൊക്കെ അത് ഇവിടെ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. കോവലൊന്നും പൂവായിട്ടില്ല, പക്ഷേ ഇതേ കോവലൊക്കെ ഇവിടെ കയറ്റി വിട്ടു. നമ്മുടെ വെണ്ട, തുളസി ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. വെണ്ട, ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതേ പാവൽ ഇങ്ങനെ ഇപ്പുണ്ട്. ഇതേ പാവലയിലൊക്കെ ഇതേ പൂ ഉണ്ടായിട്ടുണ്ട്. പാവലയിൽ പാവയ്ക്ക ഉണ്ടായിരുന്നു, നോക്കണം എവിടെയാണോ ഞാൻ കണ്ടായിരുന്നു പാവയ്ക്ക ഉണ്ടായത്. ദേ പാവയ്ക്ക ഉണ്ടെങ്കിലാണോ ഈ പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പാവയ്ക്ക പതുക്കെ ഉണ്ടായി വരുന്നത്. പച്ചപ്പാവയ്ക്കയാണ്, എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തൊക്കെ നട്ടേക്കുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നു. പിന്നെ ദേ നമ്മുടെ കോർജറ്റ് അവിടെ കൊണ്ട് നട്ടില്ലായിരുന്നു, അതൊക്കെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പത്തേരും ഒക്കെ പതുക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. ഇവിടെ നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ പുറത്താണ്, ഇടുക്കിയ സ്ഥലത്ത് നമ്മുടെ ഗൂസ്ബറിയൊക്കെ അവിടെ നിൽപ്പില്ലേ, ആ വാഴയൊക്കെ നിൽക്കുന്നത്. അതിലൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മുടെ കുക്കുംബർ അവിടെ നട്ടിട്ടുണ്ടേ. കുക്കുംബർ ആൻഡ് കോർജറ്റൊക്കെ നട്ടേക്കുന്ന അവിടെ. ഇത് ഉണ്ടായിട്ടില്ല, പൂ ഉണ്ടായി കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചൊന്ന് കാണിച്ചതേ ഉള്ളൂ. എല്ലാം കൂടെ വിശദമായിട്ട് പിന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.